കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു സർവേ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ UDF തരംഗം അല്ലെങ്കിൽ 91 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. ആ സർവേ എടുത്ത ആളാണ് നമുക്കൊപ്പം ഉള്ളത്, അവനീഷ് കോയിക്കര. എന്താണ് 110 സീറ്റുമായി ഇടതു സർക്കാർ അധികാരത്തിൽ മൂന്നാമതും പിണറായി സർക്കാർ വരുമെന്ന് ഒരു വശത്ത് പറയുന്നു. എന്താണ് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന VD സതീശൻ പറയുന്നു. അങ്ങയുടെ സർവേയിൽ പറയുന്നു 91 സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന്. അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പോ എന്താണ് ഈ പറയുന്ന പോലെ ഇടതു സർക്കാർ അടങ്ങിയിരിക്കില്ല. അവർ പുതിയ രീതികളുമായി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു പുതിയ പരിപാടിയുണ്ട്. CPM വീട് വീടാന്തരം കയറുന്നു. ഈ പറയുന്ന പോലെ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി KK ശൈലജയെ ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തില്ലേ? അത്തരത്തിലൊരു പ്രചരണം ഉണ്ടായാൽ ഈ 91 എന്നുള്ള സീറ്റ് താഴേക്ക് പോകില്ലേ? KK ശൈലജയെ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതാണ് സാധ്യത. കാരണം മറ്റ് TM തോമസ് ഐസക്കാണ് ശരിക്കും അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന് പിണറായി വിജയന് ആഗ്രഹമുണ്ട്. പക്ഷേ KK ശൈലജയെ കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ നരേറ്റീവുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ തെറ്റാണെന്നും അതിനകത്ത് കോഴ നടന്നുവെന്നും കൂടിയ റേറ്റിനാണ് PPT കിറ്റുകൾ വാങ്ങിയെന്നുള്ള ആരോപണങ്ങളുണ്ട്. ആ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെ ശൈലജ ടീച്ചർക്ക് ഉള്ള ഭൂമി നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ള. അതുമായി ബന്ധപ്പെട്ട് അത് ഒതുങ്ങിപ്പോകേണ്ട കാര്യത്തിന് കേസെടുത്ത് നല്ല നരേറ്റീവ് കൊടുക്കാൻ CPM സാധിച്ചു. അത് കോൺഗ്രസിന് അനുകൂലമായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തിരിച്ച് അതേ തരത്തിലുള്ള പാട്ടുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഈ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാട്ടുകളും ഒരേപോലെ ലൈം ലൈറ്റിൽ നിൽക്കും. പക്ഷേ ഏറ്റവും ലൈറ്റിൽ നിൽക്കുന്നത് അയ്യപ്പൻ്റെ സ്വർണം കട്ടവൻ ആരപ്പ, ആ പാട്ട് തന്നെ ഫസ്റ്റ് വരുന്നത്. അതുകൊണ്ട് അത് ജനം മറക്കാൻ CPM സാധിക്കാത്തടത്തോളം കാലം എന്ത് PPT ട്വീറ്റ് കൊടുത്താലും ഏത് ശൈലജ ടീച്ചറെ എന്നല്ല, ഏറ്റവും ജനകീയ മുമ്പുണ്ടായത് VS അച്യുതാനന്ദനെ കൊണ്ട് മത്സരിപ്പിച്ചാൽ പോലും അല്ലെങ്കിൽ EK നായനാരെ കൊണ്ട് മത്സരിപ്പിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ പോലും അത് നേടാൻ സാധിക്കില്ല. ഞാൻ സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ പുറത്ത് വന്നതിൻ്റെ അടിയിൽ ഞങ്ങൾ പല ഗിമ്മിക്കും കാണിക്കും 3 മാസം കൊണ്ട്. ആ ഗിമ്മിക്ക് കാണിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് വളരെ അമിത വിശ്വാസത്തോടെ പറയാനുള്ളൂ. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന രീതിയിൽ ഇപ്പോഴത്തെ നരേറ്റീവിൽ മാറ്റം വരുത്താനുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ മുമ്പ് ഒരു ചാനൽ പറഞ്ഞ പോലെ 91 സീറ്റ് എന്നത് കുളത്തിൽ നിന്ന് ചാടുന്ന മീനിനെ പറക്കി കൊട്ടയിലിടാൻ കോൺഗ്രസ് തയ്യാറായാൽ 10 സീറ്റ് കൂടുതൽ കിട്ടും. കഴിഞ്ഞ തവണ CPM-മായി ബന്ധപ്പെട്ട് ഇലക്ഷൻ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് 89 സീറ്റായിരുന്നു. അവർക്ക് കിട്ടിയത് 99 സീറ്റ്. 2021 കഥയെ പറയുന്നത് 10 സീറ്റ് കൂടുതലായി കിട്ടിയത്. ഒരു ട്രെൻഡ് അങ്ങോട്ട് അടുക്കും തോറും അതിനനുകൂലമായി പോരാൻ സാധ്യത. അതിന് കാരണം നമ്മൾ നടത്തിയ സർവേ സെപ്റ്റംബറിൽ നടത്തി, ഡിസംബറിൽ നടത്തി. ഫസ്റ്റ് ടൈം സെപ്റ്റംബറിൽ നടത്തി, സെക്കൻഡ് ടൈം നമ്മൾ ഡിസംബറിൽ നടത്തി. സെപ്റ്റംബറിനേക്കാളും 9 സീറ്റിൻ്റെ കൂടുതലാണ് ഡിസംബറിൽ നടത്തി പോകുന്നത്. അതായത് 82 സീറ്റ് 91ആയി. ഇനി അത് കൂടാൻ സാധ്യത, നിലവിലെ സാധ്യതയാണ്. പക്ഷെ കുറയില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ കോൺഗ്രസ് അതേ വൈബിൽ തന്നെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ സംഭവിക്കുകയുള്ളൂ. CPM പറയുന്നത് ഇപ്പോഴും ഭരണവിരുദ്ധ വികാരമില്ല. ഈ പറയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള പൊതുജനത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പത്മകുമാറിനെ ഇന്നും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന തരം നിലപാടെടുത്തു. ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയില്ല, അല്ലെങ്കിൽ UDF-ന് കഴിയില്ലേ? UDF-ന് കഴിയും. അതിനുള്ള സംവിധാനം ഇന്ന് UDF-നുണ്ട്. അത് ഉപയോഗിച്ചാൽ മാത്രം മതി. പിന്നെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നല്ല നെഗറ്റീവിൽ പോയേക്കുന്ന കാര്യമാണ്. അവർ പാർട്ടിയിൽ ഒരാളെ സംരക്ഷിക്കാത്തത് അവരുടെ പാർട്ടിയുടെ അജണ്ട അങ്ങനെയാണ്. കോൺഗ്രസിൽ ഒരു ആരോപണം വന്നാൽ തന്നെ തള്ളി കളയും. പക്ഷെ അത് കോൺഗ്രസിന് ഗുണകരമായിട്ടുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അടിത്തറ ഇപ്പോഴൊന്നും പോയിട്ടൊന്നുമില്ല എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഈ ഭവന സന്ദർശനം നടത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നടത്തിയാലാണ് ജനങ്ങളുടെ എതിർവികാരം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ഒരു നിരാശയുടെ പടുകുഴിയിലേക്ക് CPM പോകാനുള്ള സാധ്യത ഈ ഭവന സന്ദർശനത്തോടെ നടക്കും. പാർട്ടി ഫണ്ട് ഉപയോഗിച്ചല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സർവേ നടത്തുന്നത് എന്ന് പറയുന്ന കാര്യം UDF നന്നായിട്ട് ആ നരേറ്റീവ് കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആ നരേറ്റീവ് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് തിരിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരു മീഡിയൻ്റെ കൂടെ പോയാൽ മതി. അതെല്ലാം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇട്ട് കൊടുത്താൽ മതി. CPM വിചാരിച്ചാൽ 110 സീറ്റ് കോൺഗ്രസിന് കിട്ടും. അതുപോലെ തന്നെ ഈ പറയുന്ന സർവേയുടെയൊക്കെ അടിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ന് വേണ്ടി നടത്തിയ സർവേ ആണ്. അതുകൊണ്ടാണ് UDF-ന് അനുകൂലമായ ഒരു തരംഗം അല്ലെങ്കിൽ 91 സീറ്റ് എന്ന് ഈ സർവേയിൽ പറയുന്നത് UDF-ന് അനുകൂലമായത് കൊണ്ടാണ് എന്നാണ് ഈ CPM സൈബർ ഹാൻഡിലുകൾ പറഞ്ഞത്. അപ്പൊ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? CPM-ന് അങ്ങനെ പ്രതികരിക്കുമ്പോൾ 2016-ലും 2021-ലും ഒരു സർവേ നടത്തിയിട്ടുണ്ട്.
ആ സർവേയിൽ UDF പറഞ്ഞിട്ടുള്ളത്, LDF പറഞ്ഞിട്ടുള്ളത്. 2015 നടത്തിയിട്ടുണ്ട്. അന്ന് ആർക്കാ പറഞ്ഞേക്കണേ? ഇതിനു മുമ്പ് 2009 2010 നടത്തിയിട്ടുണ്ട്. അതിലാർക്കാ പറഞ്ഞേക്കണേ? അവരിന്ന് പറയട്ടെ. അന്നത്തെ സർവേ ചില പത്രങ്ങളിൽ വന്നേക്കണേ. 2015 സർവേ റിപ്പോർട്ട് ഓൺലൈനിൽ കിടക്കണ്ടാവും. ഈ സർവേ റിപ്പോർട്ട് അവർക്ക് അനുകൂലമായപ്പോൾ എന്ത് അവർ അത് പറയാത്തെ? അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള സർവേ അല്ല ഞാൻ നടത്തിയത്. ഞാൻ വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷന് വേണ്ടിയാണ് സർവേ നടത്തിയത്. കോൺഗ്രസിന് വേണ്ടിയോ BJPക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല സർവേ നടത്തിയത്. എനിക്ക് ഒരു പാർട്ടിയും ഫണ്ട് തന്നിട്ടില്ല. ഞാൻ സർവേ നടത്തിയത് വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷന് വേണ്ടി മാത്രം. വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷൻ കേരളത്തിലെ വോട്ടർമാരെ ബോധവൽക്കരിക്കുകയും ഒപ്പം തന്നെ പൊളിറ്റീഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷൻ. അവർ കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ BJPക്കാരുണ്ട്, CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ജനതാദളുകാരുണ്ട്, CPIക്കാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, ഇവരെല്ലാം ഉണ്ട്. 2375 പേർക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തതിൽ ഈ 2375 പേര് 5 വർഷം ട്രെയിനിങ് കൊടുത്തു. അതോടെ 30,000 പേരോളം വേറെ എനിക്ക് ട്രെയിനിങ് വന്നിട്ടുണ്ട്. ഒരു തവണയെങ്കിലും വന്നവർ. 5 വർഷം ട്രെയിനിങ് വന്ന 2375 പേരിലെല്ലാം കോൺഗ്രസ്സുകാരല്ല, എല്ലാം UDFകാരല്ല. അപ്പോൾ അവരോട് അവർ ചോദിക്കട്ടെ, ഇത് CPMന് വേണ്ടിയാണോ വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷൻ നടത്തുന്നത്, അതോ കോൺഗ്രസിന് വേണ്ടിയാണോ? അപ്പം ഇത് ന്യൂട്രലാണ്. എൻ്റെ പേര് വന്നാലും അതിനകത്തേക്കും കൊടുക്കും, നിങ്ങളുടെ പേര് വന്നാലും കൊടുക്കും, CPMൻ്റെ പേര് വന്നാലും കൊടുക്കും. എന്നെ വിളിച്ച CPMകാരോട് ചോദിക്കട്ടെ അവർ, ഞാൻ ലിസ്റ്റ് കൊടുക്കാം അവർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ന്യൂട്രൽ സർവേയാണ്. ഇതൊരു പാർട്ടിക്ക് വേണ്ടിയ സർവേ അല്ല. ഞാൻ കൊടുത്ത സർവേയിൽ കൊടുത്തത് റാൻഡം അല്ല കൊടുത്തത്, ഒരു സീരീസ് ഓഫ് വാട്സപ്പ് നമ്പറിലേക്ക് കൊടുത്തത്. ആ സീരീസ് ഓഫ് വാട്സപ്പ് നമ്പറിൽ CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. അല്ലാതെ ഇപ്പം 944 എന്ന് പറഞ്ഞ നമ്പർ 1,00,000+ ഇട്ടാൽ 0001 തൊട്ട് 999 അവസാനിക്കുന്ന 1,00,000 നമ്പറിലേക്ക് വാട്സപ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ എനിക്കറിയില്ല CPMകാരുണ്ടോ, എനിക്കറിയില്ല കോൺഗ്രസ്സുകാരുണ്ടോ, അവിടെ പബ്ലിക്കിലേക്ക് വിട്ടാണ്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയനാണ്. ഇനി വേണ്ട CPMകാർക്ക് എൻ്റെ ഓഫീസിൽ വരട്ടെ, ഞാൻ അയച്ച എൻ്റെ സ്ട്രാറ്റജി മുഴുവൻ കാണിച്ചു കൊടുക്കാം. അവർ കണ്ട് ഈ കൊടുത്ത നമ്മൾ റാൻഡം അല്ല ഒരുമിച്ച് കൊടുത്തതിനെന്നും അതിൻ്റെ റിപ്പോർട്ടും അവർ പരിശോധിക്കട്ടെ. ഈ പറയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ BJPക്ക് ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സർവേ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സർവേ പറയുന്നത് BJPയുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന തരത്തിലാണ്. അപ്പൊ ഇനിയിപ്പോ BJP CPM അന്തർധാരയല്ല, അവരെന്താണ് BJP CPM ഒറ്റക്കെട്ടായി CJP എന്ന തലത്തിലേക്ക് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ CJP അവർ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന പോലെ BJPക്ക് സീറ്റുകൾ കിട്ടില്ലേ? ഇപ്പൊ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കാൻ വന്ന അവിടെ ട്രെൻഡ് മാറും. അത് വരുമെന്ന് ധാരണ ഉള്ളതുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞു ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. മുരളീധരൻ വീണ്ടും നേമത്ത് പോകാൻ സാധ്യതയില്ല. ഇനിയൊരു അങ്ങനത്തെ ഒരു ബലിയാടാകാൻ പുള്ളി പോകത്തില്ല. പുള്ളി വട്ടിയൂർക്കാവ് മത്സരിക്കാൻ സാധ്യത. വട്ടിയൂർക്കാവ് മത്സരിക്കുന്ന സമയത്ത് വട്ടിയൂർക്കാവ് ഒരു കാരണവശാലും BJPക്ക് മുൻതൂക്കം കിട്ടില്ല. 800 വോട്ടിന് CPM ജയിക്കും എന്ന് പറയുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വട്ടിയൂർക്കാവ് മുരളീധരൻ 5000-ലധികം വോട്ടിന് ജയിക്കും. ഇത് അവിടുത്തെ ട്രെൻഡാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും ശിവൻകുട്ടിയും വേറൊരു നല്ലൊരു കാൻഡിഡേറ്റും വരുമ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരന് മേൽക്കോയ്മ ഉണ്ടെങ്കിലും അത് CPM മണ്ഡലമായതുകൊണ്ട് ഒരു കാരണവശാലും അത് ജയിപ്പിക്കാൻ അവരെ അനുവദിക്കില്ല. കഴക്കൂട്ടം അതുപോലെ മഞ്ചേശ്വരം അങ്ങനെ 2 മണ്ഡലങ്ങളിൽ അവർക്കൊരു 40,000 വോട്ടിൻ്റെ ലീഡ് വരാം. എങ്കിൽ പോലും അവർ രണ്ടാമത് നിൽക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ CPI മണ്ഡലങ്ങളെ ഭയക്കേണ്ടതുള്ളൂ. CPM മണ്ഡലങ്ങളെ അവർ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വീക്ക് കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. വീക്ക് കാൻഡിഡേറ്റിനെയാണ് CPM നിർത്തിയെങ്കിൽ അവിടെ ധാരണയുണ്ട്. അല്ലെങ്കിൽ CPI മറ്റ് കക്ഷികളുടെ മണ്ഡലങ്ങളിൽ മാത്രമേ അവർ കളിക്കുകയുള്ളൂ. അല്ല, എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണയുടെ പേരിലായിരിക്കുമല്ലോ മത്സരിക്കുന്നത്. അതെ, അങ്ങനെ ധാരണ വന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധികാരത്തിൽ എത്തുന്നത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ ഒരു സമാധാനമായി ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം കോൺഗ്രസിനെയാണ് അധികാരത്തിലേറ്റുള്ളൂ. അത് കോൺഗ്രസിൻ്റെ കഴിവൊന്നുമല്ല, ആളുകളുടെ മനോഭാവമാണ്. അത് കേരളത്തിൽ മാറത്തില്ല. അല്ല, ഇപ്പൊ SNDPയും NSSും ഒക്കെ ഒരുമിച്ച് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയില്ലേ? SNDPയുടെ നിലപാടെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ മകനെ ഭരണത്തിലേറ്റാൻ വേണ്ടിയുള്ള കളിയാണ് കളിക്കുന്നത്. അത് BJPയുടെയും CPMൻ്റെയും പാലമാണ് ആക്ച്വലി വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാലിഷ്മ, ഇപ്പോഴും പ്രായം എത്രയെങ്കിലും പക്വത എത്താത്ത മനുഷ്യനാണ്. അതിൻ്റെ ഒരു കുറവാണ് അവിടെ കാണിക്കുന്നത്. അദ്ദേഹം BJPയോട് വളരെ അടുത്ത അനുതാപം പുലർത്തുന്ന ആളാണ്. ഒരു കാരണവശാലും അവർ ഇവിടെ കോൺഗ്രസ് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഇവരെല്ലാം. അതങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം VD സതീശൻ പെന്തക്കോസ്ത് സഭയുടെ പരിപാടിക്ക് പോയിട്ട് അവിടെ അവർ പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ വന്നു. അതിനുള്ള എന്താ പറയുക, ഒരു കുട്ടികളുടേതായ ബാലിശമായ പക്വതയില്ലാത്ത പ്രകടനം നടത്തിയെന്ന് മാത്രം ചിന്തിച്ചാൽ അതിൽ കൂടുതലൊന്നും അതിനകത്തില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വോട്ടർമാരുടെ നായർ SNDP വോട്ടർമാരിൽ ഒരു 15% പേരെ
അവരുടെ റിലീജിയസ് അഡിക്റ്റഡ് ഉള്ളൂ. ബാക്കി എല്ലാവരും ഇൻഡിപെൻഡൻ്റായി ചിന്തിക്കുന്നവരാണ്. അവരുടെ എല്ലാം വോട്ട് കോൺഗ്രസ്, BJP, CPM ഈക്വലൻ്റ് ആയിട്ട് അവരുടെ ചിന്താഗതി അനുസരിച്ച് പോകും. രാഷ്ട്രീയപരമായ വോട്ടുകൾ അവിടെ ഉണ്ട്, മതപരമായ വോട്ടുകൾ, ജാതിമായ വോട്ടുകൾ മാത്രമേ അവിടെ വീഴുള്ളൂ. അതൊന്നും ജനങ്ങളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു PC വിശ്വനാഥ് ജയിച്ചാൽ അവിടെ ഞാൻ മീശ പഠിക്കുമെന്ന് പറഞ്ഞു. മീശ പഠിക്കാൻ പുള്ളി പോയില്ല, ക്ഷൗരം ചെയ്യാൻ പോയില്ല, പക്ഷെ അവർ ജയിച്ചു. ഈ പറയുന്ന പോലെ LDFും BJPയും മാധ്യമങ്ങളും അടക്കം എല്ലാം പറയുന്നത് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ ഒരുപാടാണ്, അല്ലെങ്കിൽ എല്ലാവരും ഈ പറയുന്ന അധികാരമോഹികളാണെന്ന്. അത്തരം പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീണ്ടും ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കോൺഗ്രസിൻ്റെ വാർഡ് ജയിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ പോലും മുഖ്യമന്ത്രി ആകണം, പ്രധാനമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. BJPയിലോ CPMയിലോ അവർ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് അധികാരം, ബാക്കിയുള്ളവർ അടിമകളുമാണ്. അവരത് അംഗീകരിച്ചു പോകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സിലെ കഴിവുള്ളവർ വളർന്നു വരുന്നു, അവർ പരസ്പരം പടവെട്ടി വളർന്നു വരുന്നു. അതിനെ മറ്റുള്ളവർ അസൂയയോടെ കണ്ടിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു നരേറ്റീവിന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൈവയ്ക്കാൻ പോകാതിരിക്കുക എന്നൊരു ബുദ്ധി കോൺഗ്രസ് കാണിക്കണം. എങ്കിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. അത് തമ്മിൽ തല്ല് ഉണ്ടാകുമെന്ന ഫീൽ കൊടുക്കാതിരിക്കുക. തമ്മിൽ തല്ല് ഉണ്ടാകുന്നത്, അത് പുറത്ത് വരുന്നത് കോൺഗ്രസിൻ്റെ ജനാധിപത്യം ഉള്ളതിനാണ്. അവിടെ അടുത്ത ആൾ മിണ്ടിയാൽ 51 വെട്ടുന്ന ആൾക്കാരും അല്ലെങ്കിൽ എതിരാളികളെ തിരിച്ചു വെട്ടിച്ച് നശിപ്പിച്ച് കളയുന്ന പാർട്ടികളുള്ളപ്പോൾ അവിടെ അതൊന്നും ആരും മിണ്ടാൻ പോവില്ല. ഇവിടെ ആൾക്കാർ സംസാരിക്കും. കോൺഗ്രസിൻ്റെ ചെറിയ പ്രവർത്തകർ പോലും സംസാരിക്കും. സുനിൽ കനകോലു വന്ന് ആ ലക്ഷ്യയിൽ സുനിൽ കനകോലു പറഞ്ഞ തെറ്റായ കാര്യം അവർ ചൂണ്ടിക്കാണാൻ കോൺഗ്രസ്സുകാർ തയ്യാറായി. അവിടെ CPMൻ്റെ BJPയുടെ മീറ്റിംഗ് ആണ്. സുനിൽ കനകോലു അല്ലെങ്കിൽ മുമ്പ് പ്രശാന്ത് കിഷോർ ഒരാളായിരുന്നല്ലോ, അവർ ചെന്നവർ മിണ്ടത്തില്ല. എന്തുകൊണ്ടാണ്? പാർട്ടീനെ ഭയമുണ്ട്, ജീവനിൽ കൊതിയുണ്ട്. അതുകൊണ്ടാണ്.